പ്രിയമുള്ളവരെ, ഒരു 8 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. നമ്മുടെ സ്ഥലത്തേക്കുള്ള ഈ റോഡാണ് നിങ്ങൾ കാണുന്നത്. ഇത് നിലവിൽ സോളിങ് റോഡാണ്. പരിസരത്തൊക്കെ പുതിയ വീടുകളൊക്കെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. നമ്മൾ ഈ കാണുന്ന കുറഞ്ഞ ദൂരമാണ് ഈ സോളിങ് ഉള്ളത്. തൊട്ടടുത്ത് ബസ് റൂട്ടാണ്, ടാറിങ് റോഡാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ സ്ഥലം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ പച്ച നെറ്റ് കെട്ടി മറച്ചത് കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ സ്ഥലം. ഒരു 8 സെൻറ്റ് സ്ഥലം. ഏകദേശം ഒരു നിരന്ന സ്ഥലമാണ്, ഒരു സ്ക്വയറായൊരു സ്ഥലമാണ്. നമ്മുടെ ഈ സ്ഥലത്ത് താൽക്കാലികമായി താമസിക്കാൻ പറ്റുന്ന ഒരു ഷെഡ് ഉണ്ട്. കറണ്ട് കണക്ഷനും അതുപോലെ വീട്ടു നമ്പറൊക്കെ ഉള്ള ഒരു ഷെഡൊക്കെ ഉണ്ട്. ഈ കാണുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് അത്യാവശ്യം എല്ലാ സംഭവങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വാഴയുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, അതുപോലെ നമുക്ക് ബട്ടർ ഫ്രൂട്ടിൻ്റെ മരങ്ങൾ, പപ്പായ പോലത്തെ എല്ലാ സംഭവങ്ങളും ഈ 8 സെൻറ്റ് സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഓപ്പൺ കിണറൊക്കെ നമുക്ക് കാണാം. വെള്ളമൊക്കെ ഇഷ്ടം പോലെയുള്ളൊരു ഓപ്പൺ കിണറൊക്കെ ഉണ്ട്. ഇവിടെ വരെ നമ്മളെ ഈ ബൗണ്ടറി വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് ചെടികളൊക്കെ നമുക്കിങ്ങനെ കാണാം. അപ്പോൾ ഈ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിൽ അമ്പലവയൽ ഭാഗത്താണ്. ബസ് റൂട്ടിലേക്ക് ഏകദേശം ഒരു 400 മീറ്റർ ദൂരമാണ്. ബസ് റൂട്ടിൻ്റെ വളരെ അടുത്തുള്ള നല്ലൊരു സ്ഥലം, വീട് വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം. ഭാഗത്തൊക്കെ നല്ല ഫുള്ള് ചെടികൾ നമുക്കിങ്ങനെ കാണാം. ഈ ഷെഡ് താൽക്കാലികമായിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത്. ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പുതിയ വീട് പണിയുന്നത് വരെയൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു ഷെഡാണ്. ഇത്രയും സൗകര്യങ്ങളുള്ള ഈ സ്ഥലത്തിന് 8 സെൻറ്റിന് ഇവർ ആവശ്യപ്പെടുന്നത് ടോട്ടൽ 6 ലക്ഷം രൂപയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. താൽക്കാലികം താമസിക്കാനുള്ള ഷെഡുണ്ട്, കറണ്ട് കണക്ഷൻ ഉണ്ട്, വീട്ടു നമ്പറൊക്കെ ഉണ്ട്, വെള്ളത്തിന് ഓപ്പൺ കിണറൊക്കെ ഉണ്ട്. അപ്പോൾ വില കുറഞ്ഞ നല്ലൊരു സ്ഥലമാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക. ഇവിടെയാണ് ബാത്റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇതുപോലത്തെ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.